18 വർഷമായി റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് ഇന്നുണ്ടായേക്കും. കേസ് റിയാദിലെ കോടതി പരിഗണിക്കുകയാണ്. സൗദി ബാലൻ മരിച്ച കേസിലാണ് അബ്ദുൾ റഹീം ശിക്ഷ അനുഭവിക്കുന്നത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദിൽഷ തിലകൻ ചേരുന്നു. ദിൽഷ, എന്താണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ? ലക്ഷ്മി പത്മ സൂചിപ്പിച്ചതുപോലെ തന്നെ നീണ്ട 18 വർഷങ്ങൾ ലോക മലയാളികളെല്ലാം തന്നെ ഈ സമാനതകളില്ലാത്ത ഫണ്ട് ശേഖരണം, അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ട് സമാനതകളില്ലാത്ത ഫണ്ട് ശേഖരണം എല്ലാവരും കൈകോർത്തതെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ഇന്ന് റഹീമിൻ്റെ മോചന ഉത്തരവ് ഉണ്ടായേക്കും എന്ന പ്രതീക്ഷയിലാണ് കുടുംബവും മറ്റെല്ലാവരും തന്നെ. നമ്മൾ അബ്ദുൾ റഹീമിൻ്റെ വീട്ടിനാണുള്ളത്. റിയാദിലെ കോടതി ഈ കേസ് അല്പസമയം മുമ്പ് പരിഗണിച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇനി മോചന ഉത്തരവിനായിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് എല്ലാവരും ഉള്ളത്. മോചന ദ്രവ്യം ഉൾപ്പെടെ ബ്ലഡ് മണി ചെക്കും ഉൾപ്പെടെ എല്ലാ സംഭവങ്ങളും നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചതാണ്. ഇനി റഹീമിൻ്റെ മോചനത്തിനായുള്ള കാത്തിരിപ്പാണ്. എന്തായാലും റഹീം സഹായ കമ്മിറ്റി അംഗങ്ങൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അവരോട് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നീണ്ട കാത്തിരിപ്പായിരുന്നു. നമ്മൾ കണ്ടതാണ് സമാനതകളില്ലാത്ത ഒരു ഫണ്ട് ശേഖരണം എല്ലാം തന്നെ. വിധി അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും തികഞ്ഞ പ്രതീക്ഷയിൽ ഞങ്ങളെല്ലാവരും ഉള്ളത്. ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 18 വർഷത്തോളം അവിടെ ഈ ഉമ്മയും അതുപോലെ കുടുംബവും നാട്ടുകാരും ലോക മലയാളികളൊക്കെ ആഗ്രഹിച്ച എന്താണോ അതിനുവേണ്ടി നമ്മൾക്കുള്ള കാത്തിരിപ്പ് തന്നെയാണ്. ഞങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പുറമൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇനി ദൈവത്തിനടുത്താണ്. ദൈവം എത്രയും പെട്ടെന്ന് എല്ലാ പ്രയാസങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ദൈവത്തെ എത്രയും നാട്ടിലെത്താനുള്ള സൗകര്യം ചെയ്തു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ ഇപ്പോൾ അബ്ദുൾ റഹീമിൻ്റെ ഉമ്മയും സഹോദരനും അടക്കം എല്ലാവരും റിയാദിൽ ചെന്നിട്ട് റഹീമിനെ കണ്ടതാണല്ലോ. അന്ന് വീണ്ടും നീണ്ടു പോവുകയായിരുന്നു ഈ മോചന ഉത്തരവ്. അതിനുള്ളൊരു കാരണം എന്താണെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു? മോചനം നീണ്ടുപോയത് സാങ്കേതിക വിഷയം മാത്രമാണ്. അവിടുത്തെ ബെഞ്ച് മാറി എന്നുള്ള ഒരു ചെറിയ വിഷയം മാത്രമാണ്. ഞങ്ങൾക്ക് അധികം പറയാൻ പറ്റില്ല ആ വിഷയം കേട്ടോ. എന്തായാലും ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇന്ന് റഹീമിൻ്റെ മോചനം ഉണ്ടായേക്കും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. ഈ ദിയാദനം ഉൾപ്പെടെ സൗദി ബാലൻ്റെ കുടുംബം ആവശ്യപ്പെട്ട ദിയാദനം ഉൾപ്പെടെ കോടതിയിൽ നൽകിയതാണ്. നമ്മൾ കണ്ടതാണ് സമാനതകളില്ലാത്ത ഫണ്ട് ശേഖരണം എല്ലാം തന്നെ. എങ്കിലും കഴിഞ്ഞ തവണ റിയാദിലെ ക്രിമിനൽ കോടതി കേസ് പരിഗണിച്ചപ്പോൾ കോടതി കേസ് നീട്ടിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തവണ എന്തായാലും അത് ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിലാണ്. ഇന്ന് തന്നെ റഹീമിൻ്റെ മോചനം ഉണ്ടായേക്കുമെന്ന തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. കഴിഞ്ഞ തവണ റഹീമിൻ്റെ കുടുംബം റിയാദിലെ ജയിലിലെത്തിയിട്ട് റഹീമിനെ കണ്ടതാണ്, റഹീമിനോട് സംസാരിച്ചതാണ്. റഹീമും തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് തന്നെ മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന്. ലക്ഷ്മി, അബ്ദുൾ റഹീമിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് വീട്ടുകാരും നാട്ടുകാരും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് ദിൽഷ തിലകൻ.